ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ടൈപ്പ് ഓഫ് NRI അക്കൗണ്ടിനെ കുറിച്ചാണ്. വീഡിയോയുടെ അവസാനം അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ടു നോക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ത്യയിൽ സ്ഥിരതാമസമില്ലാത്ത ഇന്ത്യക്കാർക്ക് വേണ്ടി, അതായത് വിദേശത്തുള്ള ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആക്കുന്ന അക്കൗണ്ടുകളാണ് NRI അക്കൗണ്ടുകൾ എന്ന് പറയുന്നത്. ഇത് 3 തരമുണ്ട്. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. NRO അക്കൗണ്ട് അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റ് ഓർഡിനറി അക്കൗണ്ട്. എന്താണ് NRO അക്കൗണ്ട് എന്ന് നോക്കാം. അതായത് വിദേശത്ത് താമസിക്കുന്ന ഒരാൾക്ക് ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടുകളാണ് NRO അക്കൗണ്ടുകൾ എന്ന് പറയുന്നത്. NRO account is a bank account opened in India in the name of an NRI to manage the income earned by him in India. അയാൾക്ക് വേണമെങ്കിൽ വിദേശത്ത് നിന്ന് ലഭിക്കുന്ന വരുമാനവും ഈ NRO അക്കൗണ്ടിൽ നിക്ഷേപിക്കാനായിട്ട് സാധിക്കും. ഇന്ത്യയിൽ നിന്നുള്ള വരുമാനം നിക്ഷേപിക്കുന്നത് കൊണ്ട് തന്നെ NRO അക്കൗണ്ട് ടാക്സബിൾ ആണ്. ഇതിൽ TDS ആപ്ലിക്കബിൾ ആയിരിക്കും. ഇനി ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കും. NRO അക്കൗണ്ടിൽ ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കുന്നതാണ്. ഒരു NRIയുമായിട്ടോ അല്ലെങ്കിൽ ഒരു ഇന്ത്യനുമായിട്ടോ ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കും. ഒരു NRO അക്കൗണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടായിട്ടോ അല്ലെങ്കിൽ ഒരു കറൻറ്റ് അക്കൗണ്ടായിട്ടോ ഫിക്സഡ് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ ഒരു റെക്കറിംഗ് ഡിപ്പോസിറ്റ് ആയിട്ടോ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. വിദേശത്ത് പോകുന്നതിന് മുമ്പ് അയാൾക്ക് ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ട് NRO അക്കൗണ്ടായി മാറ്റാൻ സാധിക്കുന്നതാണ്. സെക്കൻഡ് വൺ NRE അക്കൗണ്ട് അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ട്. അതായത് വിദേശത്തുള്ള ആൾക്ക് അയാളുടെ വിദേശ വരുമാനം ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധമായും തുടങ്ങേണ്ട ഒരു അക്കൗണ്ടാണ് NRE അക്കൗണ്ട്. NRE account is a bank account opened in India in the name of an NRI to deposit his foreign earnings. ഇത് നോൺ ടാക്സബിൾ അക്കൗണ്ട് ആണ്. NRE അക്കൗണ്ട് ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കും. പക്ഷേ ഒരു NRIയുമായി മാത്രമേ ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കൂ. അതുപോലെ തന്നെ NROയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ NRE അക്കൗണ്ടും ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടായിട്ടോ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ടോ കറൻറ്റ് ഡിപ്പോസിറ്റ് ആയിട്ടോ റെക്കറിംഗ് ഡിപ്പോസിറ്റ് ആയിട്ടോ തുടങ്ങാൻ സാധിക്കുന്നതാണ്. ഇനി ഈ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇന്ത്യൻ കറൻസിയിലായിരിക്കും. അതായത് NRE അക്കൗണ്ടിൽ ഫോറിൻ കറൻസി ആണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിലും അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇന്ത്യൻ കറൻസിയിലായിരിക്കും. NRO അക്കൗണ്ടും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇന്ത്യൻ കറൻസിയിലാണ്. NRO അക്കൗണ്ടും NRE അക്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. NRO നോൺ റെസിഡൻറ്റ് ഓർഡിനറി അക്കൗണ്ട്, NRE നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ട്. ഇറ്റ് ഈസ് ആൻ അക്കൗണ്ട് ഓഫ് ആൻ NRI ടു മാനേജ് ദ ഇൻകം ഏൺഡ് ഇൻ ഇന്ത്യ. ഒരു NRIക്ക് അയാളുടെ സ്വദേശത്ത് നിന്ന് ലഭിക്കുന്നുള്ള വരുമാനം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടാണ് NRO അക്കൗണ്ട്. ഇറ്റ് ഈസ് ആൻ അക്കൗണ്ട് ഓഫ് ആൻ NRI ടു ഡിപ്പോസിറ്റ് ഹിസ് ഫോറിൻ ഏണിങ്സ്. എന്നാൽ NRE അക്കൗണ്ട് ഒരു NRIക്ക് അയാളുടെ വിദേശത്ത് നിന്ന് ലഭിക്കുന്ന അയാളുടെ വരുമാനം ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യുന്നതാണ് NRE അക്കൗണ്ട്. ഇനി NRO അക്കൗണ്ടിൽ നിന്നും ഏൺ ചെയ്യുന്ന ഇൻട്രസ്റ്റ് ടാക്സബിൾ ആയിരിക്കും. അതിന് ടാക്സ് കൊടുക്കണം. എന്നാൽ NRE അക്കൗണ്ടിൽ നിന്നും ഏൺ ചെയ്യുന്ന ഇൻട്രസ്റ്റ് ടാക്സ് ഫ്രീ ആയിരിക്കും, നോൺ ടാക്സബിൾ ആയിരിക്കും. NROയുടെ കേസിൽ ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കും. ഒരു NRIക്ക് മറ്റൊരു NRIയുമായി ചേർന്നോ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സിറ്റിസണുമായി ചേർന്നോ NRO ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കും. NREയുടെ കേസിലാണെങ്കിൽ ഒരു NRIക്ക് മറ്റൊരു NRIയുമായി ചേർന്നിട്ടേ ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കൂ. ഇനി NRO അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇന്ത്യൻ കറൻസി ആയിരിക്കും. NRI അക്കൗണ്ടിൽ നമ്മൾ വിദേശത്തു നിന്നുള്ള വരുമാനവും സ്വദേശത്തു നിന്നുള്ള വരുമാനവും നിക്ഷേപിക്കുന്നുണ്ട്. പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇന്ത്യൻ കറൻസിയിൽ തന്നെ ആയിരിക്കും. NRE അക്കൗണ്ടിലാണെങ്കിലും വിദേശ വരുമാനം നിക്ഷേപിക്കുന്നുണ്ട്, പക്ഷേ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇന്ത്യൻ കറൻസിയിലായിരിക്കും. അതുപോലെ തന്നെ
NRO അക്കൗണ്ടിൽ ഫോറിൻ മണിയും ഇന്ത്യൻ കറൻസിയും നിക്ഷേപിക്കുന്നുണ്ടെങ്കിലും വിഡ്രോ ചെയ്യുന്നത് ഇന്ത്യൻ കറൻസി ആയിരിക്കും. NREയുടെ കേസിലാണെങ്കിലും ഫോറിൻ കറൻസിയാണ് നിക്ഷേപിക്കുന്നത്, വിദേശത്തുള്ള വരുമാനമാണല്ലോ നിക്ഷേപിക്കുന്നത്, പക്ഷേ വിഡ്രോ ചെയ്യുന്ന ഇന്ത്യൻ കറൻസി ആയിരിക്കും. കാരണം അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇന്ത്യൻ കറൻസിയിലായിരിക്കും. ഇനി NRO അക്കൗണ്ടിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് ട്രാൻസ്ഫറബിൾ ആണ്. പ്രിൻസിപ്പൽ എമൗണ്ട് മൊത്തം തുക, NRO അക്കൗണ്ടിൻ്റെ മൊത്തം തുക ട്രാൻസ്ഫറബിൾ ആണ്, പക്ഷേ ലിമിറ്റഡ് ആണ്. NRE അക്കൗണ്ടിൻ്റെ കേസിലാണെങ്കിൽ ഇൻട്രസ്റ്റ് എമൗണ്ടും പ്രിൻസിപ്പൽ എമൗണ്ടും ട്രാൻസ്ഫറബിൾ ആയിരിക്കും. നെക്സ്റ്റ് FCNR, ഫോറിൻ കറൻസി നോൺ റെസിഡൻറ്റ് അക്കൗണ്ട്. FCNR is an account to deposit money earned overseas in a foreign currency in the form of fixed deposit. വിദേശത്ത് നിന്ന് ലഭിക്കുന്ന വരുമാനം വിദേശ കറൻസിയിൽ തന്നെ നിക്ഷേപിക്കാൻ പറ്റുന്ന അക്കൗണ്ടാണ് FCNR അക്കൗണ്ട്. ഇത് ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ടായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. നമ്മൾ NREയുടെയും കേസിൽ പറഞ്ഞു, ഒരു സേവിങ്സ് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ കറൻറ്റ് ഡിപ്പോസിറ്റ്, ഫിക്സഡ് ഡിപ്പോസിറ്റ്, റെക്കറിംഗ് ഡിപ്പോസിറ്റ് അക്കൗണ്ടായിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുമെന്ന്. പക്ഷേ FCNR ഓപ്പൺ ചെയ്യുന്ന ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ടായിട്ടാണ്. ഇനി മെയിൻറ്റെയിൻഡ് ഡിപ്പോസിറ്റ് ഇൻ വേരിയസ് കറൻസീസ് ഇൻക്ലൂഡിങ് US ഡോളർ, പൗണ്ട്, യൂറോ, ജപ്പാൻ യെൻ, ഓസ്ട്രേലിയൻ ഡോളർ, കനേഡിയൻ ഡോളർ, സിംഗപ്പൂർ ഡോളർ, ഹോങ്കോങ് ഡോളർ. NRO അക്കൗണ്ടും NRE അക്കൗണ്ടും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇന്ത്യൻ കറൻസിയിലാണെങ്കിൽ FCNR അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഫോറിൻ കറൻസിയിലായിരിക്കും. US ഡോളറോ അല്ലെങ്കിൽ പൗണ്ട്, യൂറോ, ജപ്പാൻ യെൻ, ഓസ്ട്രേലിയൻ ഡോളർ, കനേഡിയൻ ഡോളർ, സിംഗപ്പൂർ ഡോളർ, ഹോങ്കോങ് ഡോളറൊക്കെ ആയിട്ടായിരിക്കും. ഇനി FCNRൻ്റെ മിനിമം ടേം ഓഫ് പീരീഡ് എന്ന് പറയുന്നത് 1 year ആണ്, മാക്സിമം 5 year ആണ്. ഇനി പ്രിമേച്വർ വിഡ്രോവൽ അവൈലബിൾ ആയിരിക്കും, പക്ഷേ ഇൻട്രസ്റ്റ് ലഭിക്കണമെങ്കിൽ 1 വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കണം. പ്രിമേച്വർ വിഡ്രോവൽ ഈസ് അലൗഡ് ബൈ ബാങ്ക്സ് ബട്ട് ഇൻട്രസ്റ്റ് ഈസ് പെയ്ഡ് ഓൺലി പോസ്റ്റ് കംപ്ലീഷൻ ഓഫ് 1 year. നോൺ ടാക്സബിൾ ആയിരിക്കും. FCNR അക്കൗണ്ടിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും ഫുള്ളി ട്രാൻസ്ഫറബിൾ ആയിരിക്കും. NRO, NRE, FCNR തുടങ്ങിയ അക്കൗണ്ടുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു അക്കൗണ്ടാണ് RFC അല്ലെങ്കിൽ റെസിഡൻറ്റ് ഫോറിൻ കറൻസി അക്കൗണ്ട്. അതായത് വിദേശവാസം അവസാനിപ്പിച്ച് ഇന്ത്യയിലേക്ക് സ്ഥിരതാമസത്തിന് വരുന്ന ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടുള്ള അക്കൗണ്ടാണ് റെസിഡൻറ്റ് ഫോറിൻ കറൻസി അക്കൗണ്ട്. ഈ അക്കൗണ്ട് US ഡോളറിലോ, പൗണ്ടിലോ, യൂറോയിലോ, ജാപ്പനീസ് യെന്നിലോ, ഓസ്ട്രേലിയൻ ഡോളറിലോ, സിംഗപ്പൂർ ഡോളർ, കാനേഡിയൻ ഡോളർ, ഹോങ്കോങ് ഡോളർ തുടങ്ങിയ വിദേശ കറൻസികളിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഈ അക്കൗണ്ടിൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്യണമെങ്കിൽ ഇന്ത്യൻ റുപ്പിയിൽ വിഡ്രോ ചെയ്യാൻ സാധിക്കും. അതായത് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യണമെങ്കിൽ ആദ്യം ഒരു ആപ്ലിക്കേഷൻ സമർപ്പിക്കണം. ഈ ആപ്ലിക്കേഷൻ സമർപ്പിച്ചു കഴിഞ്ഞാൽ ബാങ്ക് ഈ ഫോറിൻ കറൻസി ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ക്യാഷ് വിഡ്രോവൽ ഇന്ത്യൻ കറൻസിയിൽ സാധിക്കും. ഈ RFC ഹോൾഡർ തിരിച്ച് വിദേശത്തേക്ക് തന്നെ പോവുകയാണെങ്കിൽ RFC അക്കൗണ്ടിലെ ബാലൻസ് NRE അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ FCNR അക്കൗണ്ടിലേക്കോ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. RFC അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു കറൻറ്റ് ഡിപ്പോസിറ്റ് അക്കൗണ്ടായിട്ടോ സേവിങ്സ് ഡിപ്പോസിറ്റ് അക്കൗണ്ട്, ടേം ഡിപ്പോസിറ്റ് അക്കൗണ്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഇനി ഈ RFC അക്കൗണ്ട് ഫുള്ളി ട്രാൻസ്ഫറബിൾ ആണ്.